ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു മാസ്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു പ്ലേറ്റ് എടുക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റിൽ എടുക്കുക. പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഇതിപ്പോൾ ഒരു 8 ഇഞ്ചൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 9-10 നമുക്ക് വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വട്ടത്തിലുള്ള പ്ലേറ്റ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഈ അളവിൽ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഈ ഒരു റൗണ്ട് ഷേപ്പിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ നമ്മളിവിടെ റൗണ്ട് ഷേപ്പ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഇങ്ങനെ നടുമടക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്നും കൂടി ഇതുപോലെ മടക്കി കൊടുക്കുക. കണ്ടല്ലോ. ഇനി നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഈ ഒരു ഭാഗം ഈ 2 ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് അങ്ങനെ നമുക്ക് ഒരു 4 പീസ് ഇതുപോലെ കിട്ടും. കണ്ടല്ലോ. ഇനി നമുക്ക് ഇതുപോലെ നല്ല ഭാഗവും അതായത് ഈ തുണിയുടെ നല്ല ഭാഗം ഇതും ഈ തുണിയുടെ നല്ല ഭാഗം ഇതും ഒരുമിച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടല്ലോ. നല്ല ഭാഗവും കൂടി ഒരുമിച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ ഇത് നല്ല ഭാഗം ഇതും നല്ല ഭാഗം ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഇവിടെ തുന്നിക്കൊടുക്കുക. നിങ്ങൾക്ക് സൂചി നൂലും യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ കൈകൊണ്ട് തുന്നണമെങ്കിൽ തുന്നാം, അല്ലെങ്കിൽ മെഷീനിൽ തുന്നണമെങ്കിൽ തുന്നാം. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനിലാണ് ഇപ്പോൾ തുന്നിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒരു 4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കൈകൊണ്ട് തുന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ കൈ വെച്ചിട്ട് തുന്നിക്കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ മെഷീനിലാണ് തുന്നുന്നത്. ഒരു 4 ഇഞ്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ ഇതുപോലെ മറിച്ചിടുക. ഇതുപോലെ. എന്നിട്ട് അടുത്തതെടുക്കുക. അടുത്തെടുത്തിട്ട് ഇതിൻ്റെ നല്ല ഭാഗം ഇതാണ്, അതുപോലെ ഇതും. അപ്പോൾ ഈ നല്ല ഭാഗം കൂടിയിട്ട് ഒരുമിച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. കണ്ടല്ലോ. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടി ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് ചുറ്റും തയ്ച്ച് കൊടുക്കുക. തയ്ച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയൊരു ഭാഗം മാത്രം നമ്മൾ തയ്ക്കാതെ ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കതിനെ ഉള്ളിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി, നല്ല ഭാഗം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ തയ്ച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ വരെ തയ്ക്കുക. ഒരു കുറച്ച് പോർഷൻ മാത്രം വിട്ടിട്ട് തയ്ക്കാൻ നോക്കുക. നമ്മളിവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മളപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അത് തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ നന്നായി അയൺ ചെയ്തിട്ടുണ്ട്. അയൺ ചെയ്തപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു മൂലകൾ രണ്ടും ചെറുതായി ഒന്ന് ഒരൊറ്റ മടക്ക് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഒന്ന് തുന്നിക്കൊടുക്കുക. ഒരു ചെറിയൊരു മടക്ക്, രണ്ട് സൈഡും ചെറിയൊരു മടക്ക് മടക്കിയിട്ട് തുന്നിക്കൊടുക്കുക. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മടക്കി നമുക്കിതുപോലെ എലാസ്റ്റിക് എടുക്കുക. ഇതൊരു 8 ഇഞ്ച് രണ്ട് സൈഡ് ചെറുതായിട്ട് ഒരു 8-9 ഇഞ്ചിൽ നമുക്ക് എലാസ്റ്റിക് എടുക്കാം. നമുക്ക് എലാസ്റ്റിക് പിടിപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ച് വീതി കൂടിയതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീതി കുറഞ്ഞ എലാസ്റ്റിക്കാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇങ്ങനെ രണ്ടും കൂടി കൂട്ടി കെട്ടിട്ട് കൊടുക്കാം. പക്ഷെ ഇതിപ്പോൾ വീതി കൂടിയതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടി കൂട്ടി ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇതിന് ഈ ഒരറ്റം ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ഇവിടെ തുന്നി കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും തുന്നി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡും പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മെഷീനിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ കൈ വെച്ചിട്ട് സൂചി നൂല് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മെഷീനിൽ തന്നെ ചെയ്യണമെന്നില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ടാണ് ഞാൻ മെഷീൻ യൂസ് ചെയ്തത്. അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്താം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.